നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. വാർത്തകൾ കേട്ടുണരുന്നത് തന്നെ ഡൽഹി രാവിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുഴുവൻ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലാണ്. അതിനുപരിയായി ഇനി ഇതൊരു കലാപമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ഒരിക്കലും അല്ലെ ആഭ്യന്തര വകുപ്പ് ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ കടുത്ത നിയമങ്ങൾ വരികയാണ് അല്ലേ? ദേശീയ സുരക്ഷാ നിയമം അടക്കമുള്ള കടുത്ത നിയമങ്ങൾ അവിടെ ഡൽഹിയിൽ അപ്ലൈ ചെയ്തു. കടുത്ത നിയമങ്ങൾ ഡൽഹിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അവിടെ ആ നിയമം തൽക്കാലം ഒരു തൽസ്ഥിതി ശാന്തമാകുന്നത് വരെ നിയമം തുടരും അല്ലേ? ദേശീയ സുരക്ഷാ നിയമം. ശരിക്കും അങ്ങനെ വരുമ്പോൾ ഡൽഹിയുടെ ചലനം തന്നെ സ്തംഭിക്കുമോ അതോ എന്തായിരിക്കും? അല്ല, അങ്ങനെയല്ല. ഇത് രാജേഷ് പറഞ്ഞു തുടങ്ങിയത് വളരെ ശരിയാണ്. നമ്മൾ രാവിലെ ടി വി ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് ഡൽഹി കത്തുന്നു എന്ന വാർത്തയാണ്. ഇത് കേരളത്തിലെ ചാനലുകളാണ് ഇത് കൂടുതലും. വേറെ തമിഴ്, കന്നഡ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ദേശീയ മാധ്യമങ്ങളൊന്നും അങ്ങനൊരു വാർത്ത അത്ര ഇതായിട്ട് കൊടുക്കുന്നില്ല. ഡൽഹിയിലെ സമരമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ഈ കേരളത്തിൽ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ, ഈ സമരത്തിന് എരിയുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന, സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആവേശം, അത് അവരാരും കാണിക്കുന്നില്ല. അവർ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ നല്ല ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നീറ്റിലെ ക്രമക്കേടുകളെക്കുറിച്ച്, അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് വിദഗ്ധന്മാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വലതുപക്ഷ നിരീക്ഷകരെന്നൊക്കെ അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ചാപ്പ കുത്തിയിരിക്കുന്ന ആൾക്കാർ പോലും അവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി വിശകലനം നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മന്ത്രിതലത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ത്, ജീവനക്കാരുടെ തലത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ത്, അധ്യാപകർ ഇതെങ്ങനെയാണ് മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ചാനലുകൾക്ക് അതൊന്നും അല്ല വിഷയം. അവർ നീറ്റൊക്കെ വിട്ടു. അവരെ സംബന്ധിച്ചത് മോഡി ഇപ്പം രാജിവെക്കും എന്നുള്ളതാണ്. മോദി ഈ പ്രൊട്ടസ്റ്റ് താങ്ങാനാകാതെ ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭം, ഇത് വിദ്യാർത്ഥികളൊന്നുമല്ല അവിടെ പ്രക്ഷോഭം നടത്തുന്നത് എത്ര പേര് ഈ നീറ്റ് പോയിട്ട് വിദ്യാർത്ഥികൾ തന്നെ എത്ര പേരുണ്ടെന്ന് സംശയമാണ്. JNU എന്നും മറ്റുമൊക്കെയുള്ള കുറേ കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അവരുടെ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഈ ദേശീയ സുരക്ഷാ നിയമം 3 മാസത്തേക്ക് കൂടെ നീട്ടി കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെയാണ് ഈ നിയമം അപ്ലൈ ചെയ്യുന്നത്. ഇത് 1980 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. ഇന്ദിരാ സർക്കാർ കൊണ്ടുവന്നതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നെ മൊറാർജി കഴിഞ്ഞിട്ട് ഇന്ദിര അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡേറ്റിലെങ്ങാനും ചെറിയ വ്യത്യാസം, വർഷത്തിലെങ്ങാനും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും 1980 ശേഷം വന്ന ഇന്ദിരാ സർക്കാരുണ്ടല്ലോ, ആ സർക്കാരാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ഇത് പല സർക്കാരും ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റ് നടന്നപ്പോൾ അതിനെ പൊളിക്കാൻ കോൺഗ്രസ് സർക്കാർ എന്തൊക്കെ ചെയ്തു, അത് അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സർക്കാരുകൾ എപ്പോഴും, ഭരണകൂടം എപ്പോഴും അതൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഈ നിയമത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ നിയമം ഇപ്പോൾ പിന്നെ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ചില എന്താ പറയുക, പരിമിതമല്ലാത്ത അധികാരങ്ങൾ നൽകുന്നു. അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കാനുള്ള, കുഴപ്പക്കാരെന്ന് സംശയിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കാം. അവർക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വരും എന്നുള്ളതാണ്. സാധാരണ താഴെ കീഴ്ക്കോടതികളിൽ നിന്നൊന്നും അവർക്ക് ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ കാപ്പ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സാധനമാണ് ഈ. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ ഡൽഹി പോലീസ് കമ്മീഷണറുടെ അധികാര പരിധിയിൽ 12 മാസം വരെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കാം ഒരാളെ. കുഴപ്പക്കാരനെന്ന് കണ്ടാൽ 12 മാസം വരെ സൂക്ഷിക്കാം. അതുപോലെ ഇത് പരിപൂർണമായിട്ടും ഇത് നടപ്പാക്കേണ്ടത് ഡൽഹി പോലീസാണ്, വേറെ ആർക്കും ഇതിനകത്ത് ഒന്നുമില്ല. അതുപോലെ അവർക്ക് വേണമെങ്കിൽ NIA പോലെയുള്ള ഏജൻസികളുടെ സഹായം തേടാം. വിദേശ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന കലാപത്തിനൊരു വിദേശ ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് NIAയുടെ സഹായം തേടാം അവർക്ക്. അതിപ്പോൾ തന്നെ ഈ
ഇതിൻ്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു ഹർജി ഹൈക്കോടതി വന്നിട്ടുണ്ട്, ഡൽഹി ഹൈക്കോടതിയിൽ. അത് ഹൈക്കോടതി നാളെ പരിഗണിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ അതുപോലെയുള്ള കാര്യങ്ങളിൽ NIA മറ്റും സഹായം ഇവർക്ക് തേടാം. പിന്നെ സാധാരണ അറസ്റ്റിന് വാറണ്ട് വേണം അല്ലേ? ഇവിടെ ഈ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ, ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് തുല്യമായ അധികാരമല്ലെങ്കിൽ കൂടി ലോ ആൻഡ് ഓർഡറിൽ പോലീസ് കമ്മീഷണർക്ക് ഈ വാറണ്ട് ഇല്ലാതെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ FIR ഇട്ടിട്ട് കോടതിയിൽ കൊണ്ടുപോകണ്ട, 12 മാസം വരെ കുറ്റപത്രം കൊടുക്കാതെ കരുതൽ തടങ്കലിൽ വെക്കാം. അതാണ് ഈ നിയമത്തെ പവർഫുള്ളാക്കുന്നത്. സത്യത്തിൽ ഇതൊരു കിരാത നിയമമാണ്. ഈ നിയമം മോദി സർക്കാർ അടിച്ചേൽപ്പിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാജ്യ തലസ്ഥാനത്ത് ഇതുവരെ നടന്ന, നമ്മൾ ഈ അണ്ണാ ഹസാരയുടെ സമരവും അതുപോലെ നിർഭയ കേസിൽ നടന്ന സമരം, നിർഭയ കേസിൽ വിദ്യാർത്ഥികൾ ഈ സുരക്ഷയൊക്കെ മറികടന്ന് റെയ്സീന കുന്നിലേക്ക് ഇടിച്ചു കയറി, നമ്മുടെ പ്രസിഡന്റിൻ്റെ വസതിയിലേക്ക് ഇടിച്ചു കയറി. പക്ഷെ അവർ അവിടെ ഒന്നും തകർക്കുകയോ തീയിടുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അന്ന് നാമമാത്രമായ എന്തെങ്കിലുമൊക്കെ ചെറിയ അക്രമങ്ങൾ നടന്നിരിക്കാം, പക്ഷേ അതൊന്നും വലിയൊരു അക്രമ സമരത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ രാജ്യ തലസ്ഥാനത്ത് ലോകത്തിന് മുമ്പിൽ നമ്മളെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ ഒരു അക്രമ സമരം വിദേശ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് ഈ കിരാത നിയമം കൊണ്ടുവരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു നല്ല നിയമമാണ് എന്ന അഭിപ്രായം എനിക്കില്ല, പക്ഷേ സർക്കാർ ഇത് കൊണ്ടുവരാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇത് എത്രത്തോളം കഠിനമായിട്ട് ഇത് നടപ്പാക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് ഡൽഹി പോലീസ് കമ്മീഷണറുടെ വിവേചനാധികാരം പെടുന്നതാണ്. ഈ പറഞ്ഞതുപോലെ വാറണ്ട് ഇല്ലാതെ ഒരാളെ കസ്റ്റഡിയിലെടുക്കാം, 12 മാസം വരെ കരുതൽ തടങ്കലിൽ വയ്ക്കാം. അതിന് വേറെ വഴിയൊന്നുമില്ല, കോടതിയിൽ പോകാനേ പറ്റുള്ളൂ, ഹൈക്കോടതിയിൽ പോകാനേ പറ്റുള്ളൂ. പിന്നെ ഈ തടവിലായ ആളിന് മനുഷ്യാവകാശ ലംഘനം ഇതിനകത്തുണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ തടവിലായ ആളിന് അഡ്വൈസറി ബോർഡിന് മുന്നിൽ പരാതി നൽകാം. നമ്മൾ ഈ കാപ്പ അഡ്വൈസറി ബോർഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ബോർഡിന് അധികാരം നൽകാം. പക്ഷേ ബോർഡിന് മുന്നിൽ വക്കീലിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. തനിയെ വാദിക്കുന്നല്ല, ഇയാളിന് പരാതി കൊടുക്കാം. എന്നെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിരപരാധി ഇതിനകത്ത് പെട്ടുപോകാം. അപ്പോൾ അയാൾക്ക് തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തെളിവ് സഹിതം ഒരു സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ച് പരാതി കൊടുക്കാം അഡ്വൈസറി ബോർഡിന് മുമ്പിൽ. അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് ഈ സെക്ഷൻ 3 ബ്രാക്കറ്റിൽ 3 അങ്ങനൊരു വകുപ്പുണ്ട്. അത് ഡൽഹിയിലെ സ്പെഷ്യൽ ഇതനുസരിച്ചാണ്. ഡൽഹി സുരക്ഷ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഡൽഹിയുടെ സുരക്ഷ, കാരണം അത് ഒരു പ്രത്യേക തരത്തിലാണ്. ഒരു പല ലെയറുണ്ട് സുരക്ഷ. അതിലൊരു നിശ്ചിത ലെയർ കഴിഞ്ഞാൽ പിന്നെ SPGയും NSGയും ഒക്കെയാണ് സുരക്ഷ നോക്കുന്നത്. അപ്പോൾ Z+ കാറ്റഗറി, Z കാറ്റഗറി, അങ്ങനെ പല കാറ്റഗറിയുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സുരക്ഷ കൊടുക്കുന്നത് സംബന്ധിച്ച് പല ലെയറുകളിൽ സംവിധാനമുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം നിയമങ്ങൾ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ സെക്ഷൻ 3/3 വരുന്നത്. അതനുസരിച്ച് ഈ ഡൽഹി പോലീസ് കമ്മീഷണർക്കുള്ള അധികാരമാണ് ഇത്. അത് എടുത്ത് പറയുന്നുണ്ട് ഇതിനകത്ത്. ഡൽഹി പോലീസ് കമ്മീഷണർക്കാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും. അയാളുടെ കയ്യിലാണ് ഈ കടിഞ്ഞാൺ ഇരിക്കുന്നത്. ഇത് ഓരോ 3 മാസം കൂടുമ്പോഴും നീട്ടണം. അതായത് ഇപ്പം ഇത് ഒക്ടോബർ 18 വരെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒക്ടോബർ 18-ന് ശേഷം വേണമെങ്കിൽ ഇത് വീണ്ടും നീട്ടണം. അപ്പോൾ കേന്ദ്ര സർക്കാർ അതിനനുസരിച്ച് ഇത് നീട്ടിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. അങ്ങനെയാണ് 12 മാസത്തേക്ക് ഇത് നീട്ടാൻ കഴിയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പുതിയ നിയമം അല്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇനി ഇതിനകത്ത് മറ്റൊരു വിഷയമുള്ളത്, അവർക്ക് ഡൽഹി മാത്രമല്ല ഇതിൻ്റെ ഒരു അധികാര പരിധി. ഈ ഡൽഹിയിലേക്ക് ഈ കലാപത്തിന് ഹേതുവായ രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കകത്തും പുറത്തും എവിടെ നിന്നാണെങ്കിലും. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ആഹാരത്തിന് പിന്നെ പണമടച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഫോഴ്സ് വഴി ഒന്നുകിൽ കേരള പോലീസിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ CRPFനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ NIAയെ ഉപയോഗിക്കാം. അവരെ ഉപയോഗിച്ച് കേരളത്തിൽ ഇതാരാണ് ഇതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത്, ഈ ഭക്ഷണത്തിനുള്ള പണം ഒടുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആളിനെ പൊക്കാം. അതിനുള്ള ഫണ്ട് തപ്പി ഇറങ്ങാം. ഈ ഫണ്ട് എല്ലാ അർത്ഥത്തിലും പ്ലാനിങ്, ഫണ്ടിങ്, പ്രചാരണത്തിൻ്റെ ഉറവിടം, ഇതെല്ലാം തപ്പി ഇറങ്ങാം. പിന്നെ മാധ്യമങ്ങൾക്ക് മൂക്കുകയറിടാം.
ഈ പറഞ്ഞതുപോലെ വ്യാജ വാർത്തയൊക്കെ കൊടുത്താൽ ഇനി ഏത് വലിയ കൊലകൊമ്പനായാലും ശരി എഡിറ്ററെയും മുതലാളിയെയൊക്കെ പൊക്കിക്കൊണ്ടുപോകും. അതിനിപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും അതിൽ മാറ്റമൊന്നുമില്ല. അവർക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതവർ ചെയ്യും. അപ്പോൾ ഇനി കേരളത്തിലെ മാപ്രകൾ വളരെ സൂക്ഷിക്കണം. അവിടെ ചെന്ന് നിന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്താൽ പണി എന്താ പറയുക, വിമാനം പിടിച്ചിങ്ങി വരും. അതുകൊണ്ട് ഒരു സംശയമില്ല. ഇവിടെ ഇരുന്ന് AC മുറിയിലിരുന്ന് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ചർച്ചിക്കുന്നത് കൊള്ളാം, പക്ഷേ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. തെളിവില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞ് പണ്ട് ഡൽഹിയിൽ പള്ളി പൊളിച്ചു എന്നൊക്കെയുള്ള വ്യാജ വാർത്ത പറഞ്ഞതുപോലെ ചെയ്താൽ അതിനുള്ള പണി എരന്ന് വാങ്ങുന്നതിന് തുല്യമായി പോവും. നിയമം വളരെ കടുപ്പമാണ്. ഈ ഇപ്പോൾ പറഞ്ഞ ചില സെലിബ്രിറ്റികളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ടല്ലോ ഈ ഇതിന് പിന്നെ പിന്തുണച്ചുകൊണ്ട്, അവർക്കുമൊക്കെ ഇത് ബാധകമാണ്. അതേസമയം ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണോ അത്, ഇപ്പോൾ ഉദാഹരണത്തിന് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, മറ്റെന്തെങ്കിലും വിഷയം, മോദി സർക്കാരിനെതിരായിട്ടുള്ളൊരു വിഷയം, അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. അതിന് യാതൊരു പ്രശ്നവുമില്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നതിനൊന്നും പോലീസ് എതിരല്ല. ഇത് ഈ സമരം ഒന്നടങ്കം പിന്നെ 4 പേരിൽ കൂടുതൽ ആൾക്കാർ കൂടുന്നതിനെ നിരോധിക്കുകയൊന്നും നിരോധനാജ്ഞയൊന്നുമല്ല. പക്ഷെ അക്രമമുണ്ടാകും എന്ന് കണ്ടാൽ പോലീസിന് അതിശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു നിയമമാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് ദേശീയ സുരക്ഷാ നിയമം എന്നാണ്. കാരണം ഇത്രയും ആൾക്കാർ അവിടെ നമ്മുടെ ന്യൂഡൽഹിയിൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, കേന്ദ്ര പ്രതിരോധ മന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അത് മാത്രമല്ല ഇത്രയേറെ വിദേശ എംബസികൾ, നമ്മുടെ പാർലമെൻറ്റ്, സുപ്രീം കോടതി, ഇങ്ങനെ നിർണായകമായ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നിൽക്കുന്ന 3 സേനകളുടെ ആസ്ഥാനം, 3 സേനകളുടെയും പ്രധാനപ്പെട്ട ഓഫീസ് ഡൽഹിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് ഒരു അക്രമ സമരം പോയാൽ അത് സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ പറയുന്നത്? ഇവിടെ ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിച്ചിട്ടില്ല. ഇത്രയേറെ നുണ പ്രചരിപ്പിച്ചിട്ട് പോലും സർക്കാർ ഒരിടത്തും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അതൊക്കെ സർക്കാരിൻ്റെ വീഴ്ചയാണ്. സത്യത്തിൽ അതൊക്കെ കർശനമായ ഉരുക്കുമുഷ്ടി കൊണ്ട് അതിനെ നേരിടണം. ശക്തമായ നിയമങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിടണം. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തിനെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന പ്രവണത നമുക്ക് നല്ലതല്ല. പക്ഷേ ഈ ഒരു നിയമം അധികം നടപ്പാക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഒരുപാട് കുട്ടികളാണ് മോദി സർക്കാർ ആരെങ്കിലും ഹീർസയൊക്കെ വെച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് ചടിയിറങ്ങി ഇതേ കുട്ടികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അക്രമം മൊത്തം മുതിർന്നവരാണ്. അല്ല, ഇതേ കുട്ടികൾ. കാരണം ആ വാഹനത്തിന് തീരാൻ ശ്രമിച്ചൊക്കെ വല്ല വയസ്സായവരാണ്, വല്ല പ്രായമുള്ള. അല്ല, ഇതിൽ ഒരു കുട്ടി പറയാണ് മോദിക്കോ ഗോലി മാർദേന, മോദിയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഒരു കുട്ടിയാണ് പറയുന്നത്. അത് അത്ര തീരെ കൊച്ചു കുട്ടിയൊന്നും അല്ല. കുട്ടി എന്ന് പറഞ്ഞാൽ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു 10-18 വയസ്സായവർക്ക് തെറ്റും ശരിയും കണ്ടാലും കേട്ടാലും തിരിച്ചറിയാലോ. അവരെ തിരുത്താൻ നമുക്ക് സമയം അല്ല, തിരുത്താനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി പക്വതയോടുകൂടി പെരുമാറേണ്ടവർ അത് ചെയ്യാതെ ഞങ്ങൾ ജൻസികളാണ്, ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമൊക്കെ ഉണ്ടാക്കിയ കലാപരിപാടി ഡൽഹിയിലും നടത്താനാണ് തീരുമാനമെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഇത് നേപ്പാളല്ല, ഇത് ബംഗ്ലാദേശല്ല, ഇത് ശ്രീലങ്കയല്ല. ഇവിടെ വളരെ ചെറിയൊരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഇതിനെ പിന്തുണച്ച് നിൽക്കുന്നത്. പിന്നെ കണക്കറ്റ പണവും, വിദേശത്തുനിന്ന് വരുന്ന കണക്കറ്റ പണവും, ഈ പണവും ഈ ഒരു ചെറിയ വിഭാഗം അക്രമകാരികളും കൂടെ ചേർന്നാലൊന്നും തകർന്നു വീഴുന്നതല്ല ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യയുടെ പാർലമെൻറ്റ്, ഇന്ത്യയുടെ ഭരണഘടന. അതൊക്കെ സുശക്തമായ പില്ലറുകളിലാണ് അതൊക്കെ നിൽക്കുന്നത്. അതിനെയൊന്നും അത്ര പെട്ടെന്നൊന്നും ആർക്കും തകർത്ത് കളയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് കുട്ടികളാണെങ്കിലും വരും വരായികൾ ആലോചിച്ച് പെരുമാറണം. സമാധാനപരമായ സമരം നയിച്ച് സ്വാതന്ത്ര്യം നേടിയ നാടാണ് ഇന്ത്യ. അതെ. അക്രമാസക്തമായ നമ്മുടെ ഡൽഹി പഞ്ചാബ് ബോർഡറിലെ ആ ഒരു കർഷക സമരം അത് എങ്ങനെ തനിയെ കെട്ടുപോയി നമുക്കറിയാം, അല്ലേ? എന്തുമാത്രം അക്രമാസക്തമായിരുന്നു. അതെ. അതുപോലെ അക്രമത്തിന് ഇറങ്ങിത്തിരിക്കാതെ
ഇതൊരു സമാധാനപരമായ രീതിയിൽ ഇതൊരു നോക്കൂ, ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്, അതെല്ലാവർക്കും മനസ്സിലാവും. ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ, എല്ലാ പരീക്ഷകളിലെയും ക്രമക്കേടുകൾ അവസാനിപ്പിക്കണം, പഴുതടച്ച രീതിയിൽ പരീക്ഷ നടത്തണം. നോക്കൂ, ഇത് അവിടെ മാത്രമല്ല, സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രശ്നമുണ്ട്. കേരളത്തിലില്ലേ, ഇവിടെ PSC പേപ്പർ വരെ ചോർന്നു. PSC പരീക്ഷയ്ക്ക് ഹാജരായി ഇരുന്ന ആൾക്കാരോട് പരീക്ഷ റദ്ദാക്കി, ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യേണ്ടതിന് തൊട്ട് മുമ്പ് പറയുകയാണ് പരീക്ഷ റദ്ദാക്കി. വിതരണം ചെയ്തു, അല്ല ഉച്ചയ്ക്ക് ശേഷം വിതരണം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ വിതരണം അതാണ് പിന്നീട് മനസ്സിലാവുന്നത്. ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ എഴുതാനുള്ളവർ വന്നിരുന്ന് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണമല്ലോ. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, ഉടനെ പരീക്ഷ റദ്ദ് ചെയ്തു. ഇവിടെ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട് ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതി റാങ്ക് വാങ്ങിച്ചതിനെ കുറിച്ച്, അല്ലേ? പിന്നെ മൊബൈലിൽ മറ്റേ ഇത് ചോദിച്ച് ബ്ലൂടൂത്ത് വെച്ച് ഉത്തരം കേട്ടെഴുതിയ സംഭവം പിടിച്ച നാടാണ് കേരളം. കോടിയേരി അല്ല, നമ്മുടെ കൊല്ലത്ത് ഇപ്പോൾ കൊല്ലത്തെ വിഷയം. അതുപോലെ തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ആദ്യം ചെയ്തത് പോലീസ് സേനയിലെ SI-മാരുടെ റാങ്ക് ലിസ്റ്റ് അങ്ങ് റദ്ദ് ചെയ്യായിരുന്നു, അല്ലേ? അതിൽ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പരീക്ഷാർത്ഥികൾ വലിയ പരാതികളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ആ റാങ്ക് ലിസ്റ്റും അങ്ങ് റദ്ദ്. അതുകൊണ്ട് ഇത് സത്യത്തിൽ ഞാൻ പറയുന്നത്, ഒരു സമരം ചെയ്യട്ടെ, സമരം സമാധാനപരമായിരിക്കണം. നമ്മളിപ്പോൾ രാജ്യം സ്വതന്ത്രമാണ്, വിദേശിയുടെ ഭരണമൊന്നുമല്ല. ഞങ്ങൾ മോദിയെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു വിഭാഗം പറഞ്ഞാൽ, നാളെ രാഹുലാണ് അധികാരത്തിലിരിക്കുന്നത്, ഞങ്ങൾ രാഹുലിനെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു വിഭാഗം പറഞ്ഞാൽ അത് തെറ്റാണ്. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണെങ്കിൽ ആ 5 വർഷവും ആളിന് ഭരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിലേക്ക് നമ്മൾ കൈകടത്തണ്ട. പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കാം. നിങ്ങളെക്കൊണ്ട് അതിന് പറ്റുമോ എന്ന് നോക്കൂ. അതിന് പറ്റാതെ അവിടെ ചുമ്മാ EVM ക്രമക്കേട്, വോട്ട് ചോരി എന്നെല്ലാം പറഞ്ഞ് വെറുതെ ഈ പറയുന്ന ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി നടക്കുന്നതിന് പകരം ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ച് അതിൽ ജനകീയ പ്രക്ഷോഭം നടത്തൂ. എങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് ഉയർന്നു വരാം. ഇത് മെനക്കെടാൻ വയ്യ, വിയർക്കാൻ വയ്യ, അധ്വാനിക്കാൻ വയ്യ. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തായാലും നടക്കട്ടെ. ദേശീയ സുരക്ഷാ നിയമം ജൂലൈ 19 മുതൽ ഡൽഹിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇത് പൂർണ്ണമായിട്ടും അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കട്ടെ. കാരണം എന്തായാലും ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള ഭാവി ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലാണ്. വെറും ഈ തീ കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എടുത്തു ചാടുന്ന ഈയാമ്പാറ്റകളാകരുതേ കുട്ടികൾ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ.